നമുക്ക് ഇത് 2 വർഷത്തേക്ക് നമുക്ക് വേണേൽ ഫിനാൻസ് ഇടാം. നമുക്ക് ഈ വണ്ടി ഒരു 60 രൂപ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറക്കാൻ പറ്റും. ആ നാനോ AC 2012 വണ്ടിയാണ്, രജിസ്റ്റർ ചെയ്തേക്കുന്ന 14-ലാണ്. 2008 ടെസ്റ്റ് കഴിഞ്ഞത്, 2028 നവംബർ വരെ ടെസ്റ്റ് ഉള്ള വണ്ടിയാണ്. അതെ 11 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ളത്. കമ്പനി ഹിസ്റ്ററി ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സർവീസ് 11 സർവീസ് ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. 2002 സാൻഡ്രോ സിപ്പ് ഓട്ടോമാറ്റിക്കാണ്. അന്ന് ഓട്ടോമാറ്റിക് ആദ്യമായിട്ട് ഇറങ്ങുന്ന വണ്ടി എന്ന് വെച്ചാൽ ഇതാണ്. അതിൻ്റെ ലിവർ ഉണ്ട്. ഇത് ആൾട്ടോ LXi 2008 ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. 28 ജൂലൈ വരെ പേപ്പർ. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കൊല്ലം ജില്ലയിലാണ് നിൽക്കുന്നത്. കൊല്ലം ജില്ലയിൽ ചിതറ തെക്ക് കിഴക്കും ഭാഗം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത്. APRM സെൻട്രൽ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന SN യൂസ്ഡ് കാർ എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ഈ വില കുറഞ്ഞ വണ്ടികൾ നോക്കുന്ന, അതായത് ഒരു 50,000 രൂപയ്ക്ക് AC കാറുകൾ എന്നുള്ള രീതിയിൽ, അതായത് വോൾട്ട കാറ്, എസ്റ്റിലോ, നാനോ, അങ്ങനെയൊക്കെ ചെറിയ വണ്ടി, സാൻഡ്രോ, ചെറിയ വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും പറ്റിയ നല്ലൊരു വീഡിയോ ആണ്. ആരും മിസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരുകയും വേണം. നിങ്ങൾ ഈ വീഡിയോസ് കാണുകയും വേണം. കാരണം വ്യൂ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ വരുന്നില്ല. ഇനി അഥവാ വില കുറഞ്ഞ വണ്ടികളുടെ വീഡിയോകൾ ചെയ്യാത്തതുകൊണ്ടാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ, കാരണം ഇതൊരു വില കുറഞ്ഞ, ഞാൻ സ്ഥിരം കാണിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികളുടെ വിലകൾ വെച്ച് വണ്ടികളുടെ വില കുറഞ്ഞ ഒരു ഷോപ്പാണ് SN യൂസ്ഡ് കാർസ് എന്ന് പറയുന്ന ഈ കട. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഇത് മാരുതിയുടെ എസ്റ്റിലോ 2008 മോഡല് ടെസ്റ്റ് കഴിഞ്ഞ് 2028 9 മാസം വരെ പേപ്പറുണ്ട്. പേപ്പറെല്ലാം കറണ്ടാണ്. റീപ്ലേസ് ഇല്ല, നോ റീപ്ലേസ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, VXi ആണ്. VXi. ടയറൊക്കെ 2 പുത്തൻ ടയർ, 2 ഹാഫ് കണ്ടീഷൻ. ഇത് കിലോമീറ്റർ കറക്റ്റ് 75. 75,000 ജെനുവിൻ കിലോമീറ്റർ ആണ്. ജെനുവിൻ കിലോമീറ്റർ. റീപ്ലേസ് ഇല്ല. ഓണർഷിപ്പ് 2-മത്തെ. ഇത് നമുക്കൊരു 1.35 നമുക്ക്. 1,30,000 ലോൺ കിട്ടും. 8 കിട്ടും. പുതിയ ടെസ്റ്റ് കഴിഞ്ഞുകൊണ്ട് കിട്ടും. നമുക്ക് ഇത് 2 വർഷത്തേക്ക് നമുക്ക് വേണേൽ ഫിനാൻസ് ഇടാം. നമുക്ക് ഈ വണ്ടി ഒരു 60 രൂപ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറക്കാൻ പറ്റും. 2009 പവർ സ്റ്റിയറിംഗ്, AC, പവർ വിൻഡോ. ഓണർഷിപ്പ് 3-മത്തെ. 3-മത്തെ. നോ റീപ്ലേസ്. ഒന്നുമില്ല. വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ മാഗ്ന. അതെ. കിലോമീറ്റർ 18. റീപ്ലേസ് ഇല്ല. ആവറേജ് ടയർ. ടെസ്റ്റ് 2009 വണ്ടിയാണ്. 2009 വണ്ടി. ഡിസംബറിലാണ് ടെസ്റ്റ്. ഡിസംബർ ലാസ്റ്റിൽ ടെസ്റ്റ് വരും. ഈ വർഷം 2024 ഡിസംബറിൽ ടെസ്റ്റ്. ഇതിന് ലോൺ കിട്ടും. കിട്ടും. ലോൺ നമ്മളിത് കൊടുത്തേക്കാണ് വണ്ടി. ലോൺ ആൾറെഡി കൊടുത്തേക്കാണ് വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ടെസ്റ്റ് കഴിയുന്ന മുമ്പാണെങ്കിൽ നമുക്കിത് 1.10 കൊടുക്കാം. അതെ. നാനോ AC 2012 വണ്ടിയാണ്, രജിസ്റ്റർ ചെയ്തേക്കുന്ന 14-ലാണ്. 2 കൊല്ലം ഗൾഫ് ആയതുകൊണ്ട് ഗൾഫിൽ പോയപ്പോഴത്തേക്ക് നമ്മളത് കയറ്റിയിട്ടിട്ട് പോയതുകൊണ്ട് തിരിച്ച് വന്നിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. 2012 മോഡല് 14-ലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. 14 വരെ പേപ്പറുണ്ട്. അതെ. റീടെസ്റ്റ് 14 വരുള്ളൂ. അതായത് 14 ആയപ്പോൾ 32 വരുള്ളൂ. 34 വരുള്ളൂ. ടയർ പുതിയത്. ഇത് 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സ്റ്റെപ്പിനി എടുത്തിട്ടില്ല. റീപ്ലേസ് ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. ഇതെല്ലാം ക്ലിയർ ചെയ്യാം. പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഈ വണ്ടി നമുക്കൊരു 60 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. 60 രൂപ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഏത് വണ്ടി വേണമെങ്കിലും ഇറക്കാം. 60 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശമുള്ള വണ്ടികളൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റും.
ഫുൾ ഓൺ കയറുന്ന വണ്ടി എങ്ങനെ ഫുൾ ഓൺ കയറുന്ന വണ്ടി ഫുൾ ലോൺ ഉണ്ടായിരുന്നു, അത് ഇന്നലെ പോയായിരുന്നു. ഫുൾ ലോൺ കയറുന്ന വണ്ടി ഉണ്ടായിരുന്നു. 2015 ജൂലൈ വണ്ടി. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 62,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. നോ റീപ്ലേസ്. LXI ആൾട്ടോ LXI. ചൂട് പവറിൻ്റെ AC. ആ പവർ സ്റ്റിയറിങ്. ആ 4 ടയറും നല്ല ടയറാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 245 നമുക്ക് ഇവിടെ നമുക്ക് ഡെലിവറി അയക്കാം. 2008 ടെസ്റ്റ് കഴിഞ്ഞത്. 2028 നവംബർ വരെ ടെസ്റ്റുള്ള വണ്ടിയാണ്, പേപ്പറുള്ള വണ്ടിയാണ്. 4 വർഷത്തോളം. 4.5 വർഷത്തോളം പേപ്പറുള്ള വണ്ടിയാണ്. ക്ലീൻ വണ്ടി, മെക്കാനിക്കൽ ഭാഗം ക്ലീനാണ്. റീപ്ലേസ് ബോണറ്റ് മാത്രമുണ്ട്. ബോണറ്റ് മാത്രമേ, വേറെ ഒന്നും റീപ്ലേസ് ഇല്ല. ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല. അല്ലല്ല, ഇടിച്ചതല്ല. ബോണറ്റ് കാണിച്ചു തരാം. ഇത് നമുക്ക് കയ്യിൽ നമുക്ക് ഒരു 1.25 ആണെങ്കിൽ നമുക്ക് ഒന്നും അപ്പുറമൊന്നും പൊട്ടിയിട്ടില്ല. വേണ്ട. റീപ്ലേസ് എന്ന് പറഞ്ഞാൽ പുതിയ ബോണറ്റ് കമ്പനിയിൽ നിന്ന് മാറ്റി വെച്ചതാണ്. കമ്പനിയിൽ നിന്ന് മാറ്റി വെച്ച ബോണറ്റാണ്. എന്തോ വന്ന് ബോണറ്റ് വീണിട്ട് അത് കമ്പനി കൊണ്ട് അവർ മാറ്റിയതാണ്. അതാണ് ഈ പഞ്ചില്ലാത്തത്. വേറെ ഒന്നുമില്ല, വേറെ ഒരു അപാകതയില്ല. റീപ്ലേസ് ഒന്നുമില്ല, ഗ്ലാസ് ഒന്നുമില്ല. അല്ലല്ല, 1.25 നമുക്ക് കിട്ടണം. 1.20. 2010 കേട്ടൻ VXI. ഓണർഷിപ്പ് 4ാമത്തത്. 4ാമത്തെ ഓണർ. കിലോമീറ്റർ 1,02,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കഴിഞ്ഞു. ഇല്ല, റീപ്ലേസ് ഇല്ല. ടയർ ഫ്രണ്ട് 2 പുത്തൻ ടയർ, ബാക്ക് ആവറേജ്. ഇത് നമുക്ക് 1,01,00,000 രൂപയ്ക്ക് കൊടുക്കാം. ഏത് വർഷമായിരുന്നു ഇത്? 2010 VXI കേട്ടൻ. ഡിസംബറിലെ പേപ്പറുണ്ട്. 1.5 വർഷം പേപ്പറുണ്ട്. ഇത് 2013-14 രജിസ്ട്രേഷനാണ്. 13 ഡിസംബർ. 13-14 രജിസ്ട്രേഷൻ. 14 മാനുഫാക്ചറിങ് 13. ഇത് വേണ്ട LCD ക്യാമറ, മറ്റേ LCD അതൊക്കെ ചെയ്ത വണ്ടിയാണ്. ലെതർ സീറ്റ്, മുകളിൽ സെൻസർ, ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2.10 കൊടുക്കാം. 2,10,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. കിലോമീറ്റർ ഇത് 78. സെക്കൻഡ് മാറിയതാണ്. രണ്ടാമത്തെ ടയറാണ്. ഇത് 2012-13 രജിസ്ട്രേഷനാണ്. 2012-13 രജിസ്ട്രേഷൻ. ആൾട്ടോ LX ആണ്. LX വന്നിട്ട് അതിൽ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ചെയ്തിട്ടുണ്ട്. LX ആക്കിയിട്ടുണ്ട്, കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ ഇത് 82. ഓണർഷിപ്പ് 3ാമത്തെ. ആക്സിഡൻ്റ് ഒന്നുമില്ല. ടയർ എല്ലാം നല്ല ടയറാണ്. ആവറേജ് 80% ടയർ. ഒരു അമ്മക്കൊരു 1.85 കൊടുക്കാം. 1.85. അപ്പം നമ്മൾ ആദ്യം ഒരു ഡൗൺ പേയ്മെന്റ് ആയിട്ടൊക്കെ എത്ര തന്നെ ഇറക്കാം? ഇത് ഫിനാൻസ് നമുക്ക് ഏകദേശം ഒരു 1.30 കിട്ടും. ഫിനാൻസ് 50 രൂപയാണ്. 2022 വാഗണാർ VXI 1 ലിറ്റർ. കിലോമീറ്റർ 11,000. ആൻഡ്രോയിഡ് പ്രത്യേകം ചെയ്തതാണ്. 16,500 ആൻഡ്രോയിഡ് ചെയ്തതാണ്. കമ്പനി സെറ്റാണ്. ഈ പാനലെല്ലാം 2 ചെയ്തതാണ്. 1 ലക്ഷം രൂപയ്ക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക്. ഇതെല്ലാം പാനൽ, ഇതെല്ലാം സ്റ്റഡ്, അടിയിൽ സ്റ്റഡ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ ഈ വാഗണാർന്ന് എഴുതിയേക്കുന്നത് അത് ടോപ്പിലത് ഇത് അഡീഷണൽ ഇത് അഡീഷൻ ചെയ്തതാണ്. ഇത് ക്രോം അഡീഷൻ ചെയ്തതാണ്.
അതെ 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 11 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ളത്. കമ്പനി ഹിസ്റ്ററി ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സർവീസ് 11 സർവീസ് ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ചോദ്യം? എത്ര? 6 കാര്യങ്ങൾ കൊടുക്കാം. 6 ആ, എത്ര രൂപ ഇറക്കാൻ പറ്റിയ വണ്ടി? ഇത് 4 ലക്ഷം ഫിനാൻസ് കിട്ടും. അപ്പോൾ 2 രൂപ അടുപ്പിച്ച് 2 രൂപ അടുപ്പിച്ച് റെഡി പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഇത് സ്പാർക്കാണ്, 2010 സ്പാർക്ക്. ഓണർഷിപ്പ് 4-മത്തെ. ആ, കിലോമീറ്ററൊക്കെ എന്തോ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 89. 89. ആംബിയൻറ്റ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ്. ഒരു റീപ്ലേസും ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. വേറെ മെക്കാനിക്കൽ ഭാഗമൊന്നും കുഴപ്പമില്ല. നമുക്ക് 65 രൂപ കൊടുക്കാം. വെറും 65 രൂപ കൊടുക്കാം. ഏത് വർഷമായിരുന്നു? 2010. പേപ്പർ അടുത്ത വർഷമേ ഉള്ളൂ. 25 നവംബറിൽ വരും. ഇത് 2002 സാൻഡ്രോ സിപ്പ് ഓട്ടോമാറ്റിക്കാണ്. അന്ന് ഓട്ടോമാറ്റിക് ആദ്യമായിട്ട് ഇറങ്ങുന്ന വണ്ടി എന്ന് വെച്ചാൽ ഇതാണ്. അതിൻ്റെ ലിവർ ഉണ്ടോ? കപ്പൻ്റെ ലിവർ കണക്കാണ് ഇരിക്കുന്നത്. കപ്പലിൻ്റെ ലിവർ കണക്കാണ്. ബോട്ടിൻ്റെ കപ്പലിൻ്റെ ലിവർ കണക്കാണ് ഇരിക്കുന്നത്. മൈലേജ് 15 മൈലേജ് കിട്ടും. മൈലേജ് ഇത് എക്സ്ട്രാ മോഡൊക്കെ ഉണ്ട്. ചെളിയിലൊക്കെ ഇറങ്ങിയാൽ മാറ്റിയിട്ട് കയറുന്ന പവർ മോഡൊക്കെ ഉണ്ട് വണ്ടിയാണ്. അങ്ങനെയൊക്കെ ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഉണ്ട് L2 എന്ന് പറഞ്ഞിട്ട് അന്നേ അങ്ങനെ. അതായത് ആദ്യമായിട്ട് അവരിറക്കിയതാണ്. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. രണ്ടാമത്തെ ഓണർ. സാൻഡ്രോ സിപ്പ് 1,12,000 കിലോമീറ്റർ ഓടി. ആ, ഒന്ന് കഴിഞ്ഞു. നമുക്ക് ഇത് 1,14,000 രൂപ കൊടുക്കാം. ഇത് എന്ന് പറഞ്ഞാൽ ഇത് വണ്ടിയുടെ ഉപയോഗമല്ല, ഇതൊരു പഴയ വണ്ടി എന്നുള്ളൊരു ലേബലിലാണ് ആൾക്കാർ നോക്കുന്നത്. വില ഈ പറയുന്ന വില നമ്മളെ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുഴപ്പമില്ല. നമുക്ക് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിലയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൾട്ടോ LXi 2016-17 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ് ബോണറ്റ് ഉണ്ട്. 63. കാണിക്കാം. അല്ലല്ല, ആംബറൊന്നും പൊട്ടിച്ചിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. ബോണറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. വേണ്ട, ബോണറ്റ് കമ്പനി ചെയ്ത പേസ്റ്റാണിത്. അല്ലല്ല, കമ്പനിയിലാണ് മാറിയത്. വേറെ ഒന്നുമില്ല. വേറെ ഒരു അപാകതയില്ല. ഇത് നമുക്ക് 2.5 രൂപ കൊടുക്കാം. 16-17 രജിസ്ട്രേഷനാണ്. ഇത് ആൾട്ടോ LXi 2008 ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. 28 ജൂലൈ വരെ പേപ്പർ. കിലോമീറ്റർ ഇത് കറക്റ്റ് ഇത് 98. അതെ. ചെറിയൊരു ഉണ്ട്. ബ്രേക്സിന് അടിക്കണം. വേറെ ആക്സിഡന്റ് കേസ് ഇല്ല. ഒരു കട്ട ടയറാണ്. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്കൊരു 1.10 കൊടുക്കാം. 1.10 അഡ്ജസ്റ്റ് ചെയ്ത് കുറയുകയൊക്കെ ചെയ്യും. എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് 2020 വണ്ടി. 20 ബ്രിസ VXi ഓപ്ഷണൽ പുഷ് സ്റ്റാർട്ടറാണ്. ചാവി ഇല്ലാത്ത ടൈപ്പാണ്. ടോപ്പ് വേരിയന്റ് ആണോ? അല്ലല്ല, VXi ഓപ്ഷനിലാണ്. ചാവി ഇല്ലാത്ത ടൈപ്പ്. പുഷ് ബട്ടൺ. കിലോമീറ്റർ 36. 36,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസിലേക്കുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് കേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസും ഇല്ല. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? എത്ര? നമുക്ക് 8 ലക്ഷം രൂപ കൊടുക്കാം. 8. ഇത് എടുത്തപ്പോൾ എന്തോ കാണും വില? എങ്ങനെ? 11.5 ആയിരുന്നു. 11.5. ഓപ്ഷണൽ വണ്ടിയാണ്. ഇപ്പോൾ ഉള്ള VXiയിൽ പുഷ് സ്റ്റാർട്ട് വരില്ല, ചാവിയാണ് വരുന്നത്. വേറെ ഒന്നുമില്ല. ഒരു റീപ്ലേസും ഇല്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 50,000 രൂപ തൊട്ടുള്ള AC കാറുകൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റിയിലൊക്കെ ഉള്ള നല്ല നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.